ഒരു 10 വർഷം മുമ്പുള്ള പല കോഴ്സുകളും ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ട് ഇന്നത്ര പ്രസക്തി ഇല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? നമ്മളുടെ പല കോഴ്സുകളും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയൊരു മാറ്റമാണ് ഈ രംഗത്തെ കൊണ്ടുവരുന്നത്. ഇപ്പം മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ പല കോഴ്സുകളും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കേണ്ടത്, അടുത്തൊരു 10 വർഷം കഴിഞ്ഞാലും ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല കോഴ്സുകൾക്കും ഈ പറഞ്ഞ പോലെ വളരെയധികം പൊട്ടൻഷ്യൽ ഇല്ലാത്ത പല കോഴ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. പൊട്ടൻഷ്യൽ കൂടുതൽ ഉണ്ടാവാൻ പോകുന്ന കോഴ്സുകൾ കാണുന്നുണ്ട്. അതിൽ ഓബിയസ്ലി നമ്പർ 1 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്, AI ആണ്. ഇപ്പം AI ആണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പറഞ്ഞ പോലെ നമ്മളുടെ പല വർക്കുകളും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തുടങ്ങി നമുക്ക് പറ്റാറുണ്ട് നമുക്കറിയാം. അതിന് തന്നെ നമുക്ക് IBM വാട്സൺ എന്നുള്ള സംഭവം, ഒരു ആപ്പ് അതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി എല്ലാത്തരം കോഡിങ്ങുകളും ഒരുമാതിരി എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കുറേ ഒരു മനുഷ്യ പ്രയത്നം വേണ്ടിയിരുന്നു, ഒരു എഫേർട്ടുകൾ വേണ്ടിയിരുന്നു. ഇപ്പം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഡിങ്ങിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവാൻ പോവാണ്. സോ ബേസിക്കലി പുതിയ വർക്കുകളൊക്കെ ഈ പറഞ്ഞ AI വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.